ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, സാത്താൻ സ്ലേവ്സ് എന്ന ഇന്തോനേഷ്യൻ മൂവിയുടെ ആദ്യ ഭാഗം നമ്മൾ കണ്ടതായിരുന്നു. ഇന്നിപ്പോൾ രണ്ടാം ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതെപ്പോഴും പറയുന്ന പോലെ ഹൊററിൽ കുറച്ച് കോമഡിയും കലർന്നു വരുന്ന പടമല്ല, അത്യാവശ്യം ഡാർക്കായിട്ടുള്ള പടം, പേടിപ്പിക്കുന്ന ടെററായിട്ടുള്ള ഡെത്ത് സീനൊക്കെയുള്ള പടമാണ്. അതുകൊണ്ട് മുതിർന്നവർ മാത്രം കാണുക. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഏതോ ഒരു മുടിയൻ കലാകാരനെ രണ്ട് പോലീസുകാർ പിടിച്ചോണ്ട് പോകുന്ന പോലുണ്ട്. അയാൾ ചോദിക്കും, പോലീസേ ഞാൻ എന്ത് തെറ്റാ ചെയ്ത് നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഒന്നും പറയാതെ ഇങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല, പേടിച്ചാൽ ഞാൻ ചിലപ്പോൾ ചത്തുവും, എനിക്ക് നെഞ്ചുവേനയൊക്കെ ഉള്ളതാണ്. എന്നിട്ട് ഇങ്ങേര് തൻ്റെ പ്രസ്സിൽ ID കാർഡ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്നത് ഒരു പ്രസ് റിപ്പോർട്ടറെയാണ്, പുറത്തറിഞ്ഞാൽ നിങ്ങൾക്കത് വലിയ കുഴപ്പമാവും. ഒരു വലിയ ഓഫീസർ എൻ്റെ കൂട്ടുകാരനും കൂടിയാണ്. ഇതിങ്ങേര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫ്രണ്ടിൽ കാർ ഓടിക്കുന്ന മുഖംമൂടി ധരിച്ച ഒരാളെ ഇങ്ങേര് ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് ഈ റിപ്പോർട്ടർ പറയും. പക്ഷെ പുള്ളിക്കാരൻ മിണ്ടുന്നില്ല, ആരും ഒന്നും മിണ്ടുന്നില്ല. ഈ സംഭവം നടക്കുന്നത് 1955 ഇന്തോനേഷ്യയിലെ ലെബാങ് എന്നൊരു സ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഈ കാർ നേരെ ഒഴിഞ്ഞൊരു വാന നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് പോകുന്നു. അവിടെ മേജർ കുസുമു ഉണ്ടാവും. ആ പുള്ളിക്കാരനെ കണ്ട ഉടനെ റിപ്പോർട്ടർ, നിങ്ങളാണോ എന്നെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞത്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവരോട് പറയുകയുണ്ടായി ഒരു പോലീസ് കമ്മീഷണർ എന്റെ കൂട്ടുകാരനാണെന്ന്. ഒന്നും പറയാതെ പിടിച്ചോണ്ട് വരാൻ മാത്രം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് റിപ്പോർട്ടർ ആ വലിയ പോലീസുകാരനോട് ചോദിക്കും. ആ വലിയ പോലീസുകാരൻ എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട്. അയാള്, സാർ നിങ്ങൾ അകത്തേക്ക് വരൂ, എനിക്കൊരു വിഷയം കാണിക്കാനുണ്ടെന്ന് പറയും. ഈ റിപ്പോർട്ടർ ആ നിരീക്ഷണ കേന്ദ്രത്തിനകത്ത് പോയി നോക്കുമ്പോണ്ട് അവിടുത്തെ കാഴ്ച കണ്ട് അയാൾ ഞെട്ടിത്തരിച്ചു. കുറേയധികം ഡെഡ് ബോഡികൾ മുട്ടുകുത്തി പ്രണാമം അർപ്പിച്ചതുപോലെ കിടക്കുക. ഇത് കണ്ട റിപ്പോർട്ടർ പോലീസുകാരനോട്, ഇതേതു തരം സൈക്കോപാത്താണ് സെമിത്തേരി കിടക്കുന്ന ഡെഡ് ബോഡികളൊക്കെ കുഴിച്ചോണ്ട് വന്ന് ഇവിടെ നിരത്തിയിട്ടിരിക്കുന്നത്? ആരായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? ഇതും പറഞ്ഞ് പത്രക്കാരൻ ആ ഡെഡ് ബോഡികളെല്ലാം ഫോട്ടോ എടുത്തു വയ്ക്കും. എല്ലാ ഡെഡ് ബോഡികളും ഒരേ പൊസിഷനിലാണ് കിടന്നിരിക്കുന്നത്. അവസാനം ഇതെല്ലാം കണ്ട് മനം പെരട്ടി പുള്ളി ഛർദ്ദിക്കാണ് പുറത്തു വന്നിട്ട്. അപ്പൊ പോലീസുകാരൻ പറയും, നിങ്ങൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞില്ലേ, ഇനി ഉടനെ തന്നെ ആ ഡെഡ് ബോഡികളെല്ലാം പഴയ സ്ഥലത്ത് ഞങ്ങൾ കുഴിച്ചിടാൻ പോവാ. ഇവിടെ ഒന്നും സംഭവിക്കാത്തതുപോലെ ഞങ്ങൾ ഇത് മറച്ചു വെക്കും. അത് കേട്ട ഉടനെ റിപ്പോർട്ടർ പോലീസുകാരനോട് ചോദിക്കുകയാണ്, ഇതൊരു ക്രൈം സീനാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് മറച്ചു വെക്കുന്നത്? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ പോലീസുകാരൻ, നാളെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രധാന ദിവസമാണ്, നിങ്ങൾക്കറിയാലോ. നാളെയാണ് ആ രാജ്യത്തിൽ ഇന്റർനാഷണൽ G20 മീറ്റിംഗ് നടക്കാൻ പോകുന്നത്. ലോകത്തുള്ള വലിയ വലിയ തലവന്മാരൊക്കെ വരുന്ന ദിവസമാണത്. ആ സമയത്ത് ഇങ്ങനൊരു ന്യൂസ് സ്പ്രെഡായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് അത് വലിയ മാനക്കേടാണ്, എല്ലാവരും ഭയപ്പെടും. ഇത് കേട്ടുടനെ റിപ്പോർട്ടർ ചോദിക്കുകയാണ്, എന്നിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത്? അപ്പൊ ഈ പോലീസുകാരൻ ഈ ഡെഡ് ബോഡികളെല്ലാം സ്വമേധയാ എഴുന്നേറ്റ് നടന്നു പോയതിന്റെ കാൽപ്പാടുകൾ കാണിച്ചു കൊടുക്കും. അത് കണ്ട് പോലീസുകാരനും പേടിച്ചിരിക്കുക. റിപ്പോർട്ടർ പറയും, ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ വഴിയില്ല, ഡെഡ് ബോഡികൾക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അതിന് പോലീസുകാരൻ, ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇവിടെ എന്തോ അൺഹോളി ആയിട്ട് നടന്നിട്ടുണ്ട്, അതെനിക്ക് പുറത്തു പോലും പറയാൻ കഴിയുന്നില്ല. നിങ്ങൾ മാത്രമാണ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള എന്റെ നല്ലൊരു സുഹൃത്ത്. ഈ വിഷയം എനിക്ക് മുകളിലുള്ളവർ മറയ്ക്കാൻ പറയുന്നു. ലോകം അറിയാൻ പാടില്ല എന്നാണ് അവരുടെ കൽപ്പന. എന്നാൽ അങ്ങനെ സംഭവിക്കരുത്. നിങ്ങളിത് എല്ലാവരിലേക്കും എത്തിക്കണം. ഞാൻ ഇവിടുത്തെ എവിഡൻസുകളെല്ലാം മായ്ച്ചു കളയും, പിന്നീട് ഇത് ആരും അറിയില്ല. എന്നാൽ നിങ്ങൾ ജനങ്ങളോട്, ലോകത്തോട് ഈ വിവരം വിളിച്ചു പറയണം. മറഞ്ഞു കിടക്കുന്ന എന്തോ പാപം ഇതിൽ ഒളിച്ചിരിപ്പുണ്ട്. അത് കേട്ട് പത്രക്കാരൻ പറയും, ഗവൺമെന്റ് തന്നെ ഈ വിഷയം മൂടി വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പേപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ എന്റെ ജോലിക്കും എന്റെ പത്രത്തിനും അതൊരു കുഴപ്പമാവും. പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് ആ കമ്മീഷണർ പറയും, നിങ്ങൾ പത്രത്തിലൂടെ അറിയിക്കണമെന്നില്ല, ഏതെങ്കിലും മാഗസിൻ വഴി ഒരു ഹോണ്ടഡ് ആർട്ടിക്കിളായി ഇത് എഴുതി അറിയിച്ചാലും മതി. രഹസ്യങ്ങളൊക്കെ നിങ്ങളുടെ പക്കലിരിക്കട്ടെ എന്ന് അദ്ദേഹം പറയും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഈ ഡെഡ് ബോഡികളെല്ലാം വണങ്ങിക്കിടക്കുന്നത് തട്ടം ധരിച്ച ഒരു വയസ്സായ മുസ്ലിം സ്ത്രീയുടെ ഫോട്ടോയ്ക്ക് കീഴിലാണ്. ആ സ്ത്രീയാന്ന് തോന്നുന്നുണ്ട് സൈത്താൻ. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ വർഷം 1984, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഹീറോയിൻ ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. പഴയ അതേ ഹീറോയിന, ഇത്തിരി തടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പഴയ കഥയും ഈ സിനിമയുടെ കഥയുമായിട്ടൊരു ബന്ധമില്ല. ഇത് പുതിയൊരു കഥയുടെ തുടക്കമാണ്. സോ ഹീറോയിൻ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്. നന്നായി പഠിക്കുന്ന കുട്ടി, ഈവൻ സ്കോളർഷിപ്പ് വരെ കിട്ടിയ കുട്ടി, കോളേജിൽ നിന്ന് വിട്ട് ഈ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടുത്തെ മേഡത്തിനൊരു സങ്കടം. ആ മേഡം അവരുടെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് ഹീറോയിനോട് പോകാൻ പറയും. അവിടെ ചെന്നാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പഠിക്കാനും പറ്റും, ജോലിയും ചെയ്യാം. പക്ഷെ അത് ടൗണിലാണ്. എന്റെ അനിയന്മാരെ വിട്ട് എനിക്ക് പോകാൻ താല്പര്യമില്ല എന്നാണ് ഹീറോയിൻ പറയുക. അത് കേൾക്കുമ്പോൾ അവിടുത്തെ മേഡം, നീ പോയാൽ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ നിന്റെ അനിയന്മാരെയും പഠിപ്പിച്ചൊരു നിലയിൽ എത്തിക്കാൻ പറ്റും, ആലോചിച്ച് നോക്ക്, നാളെ ഇതിന് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് മേഡം ഹീറോയിനെ വീട്ടിലേക്ക് വിടാണ്. അങ്ങനെ ഹീറോയിൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു പത്രവാർത്ത നമ്മളെ കാണിക്കുന്നുണ്ട്. നാട്ടിലൊരു മിസ്റ്റീരിയസ് കില്ലറുണ്ട്, ക്രിമിനൽസുകളെ കൊല്ലുന്ന കില്ലർ. അയാളെ ഇതുവരെ പോലീസ് പിടിച്ചിട്ടില്ല.
അതാരാണെന്ന് അവർ തപ്പിക്കൊണ്ടിരിക്കുക. ഈ ന്യൂസ് എല്ലാം കാണിച്ചു കഴിഞ്ഞ് ഹീറോയിൻ തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ആളൊഴിഞ്ഞ ഭാഗത്തുള്ള വലിയൊരു അപ്പാർട്ട്മെന്റിലാണ് ഹീറോയിൻ താമസിക്കുന്നത്. ഹീറോയിൻ മാത്രമല്ല, വളരെ സാധാരണ സാമ്പത്തിക അവസ്ഥയിലുള്ള കുറെ പേര് ആ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ചേച്ചി വരുന്നു, നേരെ ലിഫ്റ്റിൽ കയറി 8ാം നിലയിലുള്ള തന്റെ വീട്ടിലേക്ക് പോവാണ്. ആ കെട്ടിടം കാണുമ്പോൾ തന്നെ പേടിയാവും. 10-14 നിലയുണ്ട്, ഒരുപാട് ഫ്ലാറ്റുകൾ. തന്റെ വീട്ടിലേക്ക് ഹീറോയിൻ കയറി പോകുമ്പോഴാണ് അടുത്ത ഫ്ലാറ്റിലുള്ള കൊച്ചു പയ്യനും അവന്റെ അമ്മയും കടയിലേക്ക് എന്തോ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത് ഹീറോയിൻ കാണും. എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുമ്പോൾ അരി വാങ്ങാനാണ് പോണേന്ന് അവർ പറയും. ആ അടുത്ത വീട്ടിലെ ചേച്ചിക്ക് സംസാരിക്കാൻ കഴിയില്ല. മകൻ ആംഗ്യ ഭാഷയിലാണ് അമ്മയോട് സംസാരിക്കുക. ഈ സമയത്ത് ഈ അപ്പാർട്ട്മെന്റിന് തൊട്ടടുത്തായി വെറുതെ കിടക്കുന്ന ഒരു കണ്ടമുണ്ട്. അവിടെ കൂട്ടുകാരുമൊത്ത് തോണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഹീറോയിന്റെ മറ്റൊരനിയൻ. ഇവരെ തോണ്ടി കളിക്കുമ്പോൾ സെമിത്തേരിയിൽ ഉണ്ടാവുന്ന കല്ലറയുടെ ഒരു പീസ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അനിയൻ ചെറുക്കൻ പറയും, ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ സെമിത്തേരി ഉണ്ടായിരുന്നു എന്ന്, നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ, ഇപ്പൊ മനസ്സിലായോ? ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണട വെച്ച പയ്യന്റെ അച്ഛൻ വന്നിട്ട് ആ പയ്യന്റെ തലക്കിട്ടൊരു കൊട്ടു കൊടുത്ത്, ജോലി കഴിഞ്ഞു വന്നപ്പോ നീ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കാനോടാ? വീട്ടിൽ ഭക്ഷണം ആരാണ്ടാക്കുക? അമ്മയ്ക്ക് വയ്യാന്നറിയില്ല നിനക്ക്? നിന്റെ അനിയത്തിക്കും വിശക്കുന്നുണ്ട്. ഞാനും ജോലി കഴിഞ്ഞൊന്നും കഴിച്ചിട്ടില്ല. അപ്പോഴാവൻ പിള്ളേരായിട്ട് കളിച്ചോണ്ടിരിക്കുന്നത്. മേലി ഈ ഭാഗത്ത് കണ്ടുപോരെന്നും പറഞ്ഞ് അച്ഛനൊരു പൊട്ടീരും കൊടുത്തിട്ട് മാറിപ്പോവും. താഴെ വീണ ചെറുക്കൻ മെല്ലെ ഷർട്ടും തുടച്ച് എഴുന്നേറ്റ് അനിയത്തിക്കുട്ടീനെയും വിളിച്ചിട്ട് തിരിച്ചു പോവാണ്. അപ്പൊ ഹീറോയിന്റെ അനിയൻ ഇനി ബാക്കിയുള്ള കൂട്ടുകാരനോട് ചോദിക്കും, അവന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? എനിക്കതിനെക്കുറിച്ച് അറിയില്ലല്ലോ എന്ന്. ആ കൂട്ടുകാരൻ പറയും, അപ്പുറത്ത് താമസിക്കുന്ന എനിക്ക് പോലും അറിയാം അവന്റെ അമ്മയ്ക്ക് സുഖമില്ല, അവര് തളർന്നു കിടക്കാണെന്ന്. ഒരേ അപ്പാർട്ട്മെന്റിലുണ്ടായിട്ട് നിനക്കറിയാൻ പാടില്ലടാ, നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാന്നും പറഞ്ഞ് അവരിങ്ങനെ നടന്നു പോകുന്നു. അത് കഴിഞ്ഞാണ് മൂത്ത അനിയനെ കാണിക്കുന്നത്. അവൻ സ്കൂളൊക്കെ കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇതേ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി അവന്റെ മുന്നിൽ കൂടെ പാസ് ചെയ്ത് പോവാം. ചെറുക്കന് കുറെ നാളായിട്ട് ആ പെൺകുട്ടിയുടെ മേലെ കണ്ണുള്ളതാ. പക്ഷെ അവൾ ആരെയും മൈൻഡ് ചെയ്യില്ല. ഇപ്പൊ അവിടെ തന്നെ താമസിക്കുന്ന ഒരു വെടക്ക് ചെറുക്കൻ അവളെ കമന്റ് അടിക്കുമ്പോൾ കൈ പിടിച്ച് തിരിച്ചിട്ട് അമ്മയോട് ചെന്ന് പറയടാന്നും പറഞ്ഞ് അവനെ മിരട്ടി ഇവള് നടന്നു പോകും. ഇവളങ്ങനെ ലിഫ്റ്റിൽ കയറി 9ാം ഫ്ലോറിലേക്ക് പോവാണ്. അവിടെയാണ് അവളുടെ ഫ്ലാറ്റ്. ഈ പെണ്ണ് പോകുന്ന വഴിയെ നമ്മുടെ അനിയൻ ചെറുക്കനും മെല്ലെ പുറകെ പോകുന്നുണ്ട്. അവള് പെട്ടെന്ന് നിന്ന് തിരിഞ്ഞു നോക്കിയിട്ട്, ആരാടാ തണ്ടി നീ എന്നെ ഫോളോ ചെയ്യുന്നു? സത്യം പറ, നീ ഇങ്ങോട്ട് എന്തിനാ വന്നതെന്ന് ചോദിക്കും. അപ്പൊ അനിയൻ ചെറുക്കൻ പേടിച്ചിട്ട് പറയും, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തില്ല, ഞാനും ഇതേ ഫ്ലോറിലാണ് താമസിക്കുന്നത്, ഞാൻ വീട്ടിൽ പോവാണെന്ന് പറയും. അപ്പൊ ഇവള് നിന്റെ ഫ്ലാറ്റിന്റെ നമ്പർ പറഞ്ഞ് കേൾക്കട്ടെ എന്ന് ചോദിക്കുക. അപ്പൊ ചെറുക്കൻ പറയും 924 എന്ന്. 924 എന്റെ ഫ്ലാറ്റ് നമ്പറാ, നീയും ഞാനും ഒരുമിച്ചാണ് ഇവിടെ താമസിക്കണേന്ന് ഇവള് ചോദിക്കുക. അതിന് അവന് ഉത്തരവില്ല. അവൻ പറയും, ആക്ച്വലി ഞാൻ നിങ്ങളെ സഹായിക്കാൻ വരികയായിരുന്നു ആ ചെറുക്കന്മാര് കമന്റ് അടിച്ചപ്പോ, പക്ഷെ എന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നിങ്ങൾ തന്നെ അത് കൈകാര്യം ചെയ്തു. ആ ധൈര്യം കണ്ടപ്പോ നിങ്ങൾ എവിടെയാണ് താമസിക്കണേന്ന് അറിയാൻ വേണ്ടി ഞാൻ പുറകെ വന്നതേ ഉള്ളൂ, നിങ്ങളെ ശല്യപ്പെടുത്താൻ വന്നതല്ല. സത്യമായിട്ട് നീ പെണ്ണുങ്ങളെ പിന്നാലെ നടക്കുന്ന വായി നോക്കിയല്ലടാ എന്ന് ഇവള് ചോദിക്കുമ്പോൾ അവൻ പറയും, ഒരിക്കലുമില്ല, ഞാൻ വളരെ നല്ല കുട്ടിയാ, ഞാൻ എൻ്റെ അച്ഛനും ചേച്ചിയും അനിയനുമായിട്ട് 8ാമത്തെ ഫ്ലോറിലാണ് കഴിയുന്നത്, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഇവൻ പോവാൻ നിൽക്കുക. അപ്പൊ പെൺകുട്ടി പറയും, ഞാൻ ഇതിനു മുമ്പേ നിന്നെ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം നീ എവിടെയാ താമസിക്കണേന്ന്, നിനക്കങ്ങനെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, എൻ്റെ ഡോർ ലോക്കാണ്, അത് തുറക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതൊന്ന് ശരിയാക്കി താന്ന് പറയുവള്. ചെറുക്കനും പുറകെ ചെല്ലുന്നു. അവള് പറഞ്ഞ പോലെ 924 അല്ല 919 ആണ് ഫ്ലാറ്റ് നമ്പർ. ആ ഡോർ കുറച്ച് ടൈറ്റ് ആയിരിക്കും. അതവൻ പൊക്കി വെച്ച് തുറക്കുമ്പോൾ ഓപ്പണായി. വളരെ നന്ദിയുണ്ട് എന്നും പറഞ്ഞ് ഇവള് കതവ് കൊട്ടിയടച്ച് അകത്തേക്ക് ഒരൊറ്റ പോക്ക്. ചെക്കൻ പാവം വിഷമിച്ച് തിരിച്ചു പോവാ. അപ്പൊ അവള് വീണ്ടും പുറകെ വന്നിട്ട്, നിനക്ക് ഡോറ് മാത്രമേ ശരിയാക്കാൻ അറിയുള്ളൂ അതോ ഇലക്ട്രോണിക്സും ശരിയാക്കാൻ അറിയുമോ എന്ന് ചോദിക്കും. പയ്യൻ ചിരിച്ച്, അറിയാം, ഞാൻ എന്തും റെഡിയാക്കും, പോളിടെക്നിക്കൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ഇവള് പഴയൊരു കേടായ റേഡിയോ കൊണ്ടുവന്ന് കൊടുത്തിട്ട്, ഇതിപ്പോ വർക്ക് ചെയ്യുന്നില്ല, എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊണ്ടുവന്ന് പറഞ്ഞ് വീണ്ടും കഥ കടച്ച് അകത്തേക്ക് പോവാ. എന്തായാലും ഇപ്പോൾ റേഡിയോ പെട്ടിയെങ്കിലും കിട്ടിയല്ലോ. അതിന്റെ സന്തോഷത്തിൽ ചിരിച്ചോണ്ട് ഇവൻ അവന്റെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ചേച്ചിയും അനിയനും ഇവന്റെ ചിരി കണ്ട് അന്തം വിട്ട് നിൽക്കുക. അനിയന് കാര്യം മനസ്സിലായി. അവസാനം നീ ആ 9ാം ഫ്ലോറിലെ പെണ്ണിന്റെ പുറകെ ചെന്ന് അവളെ കയ്യിൽ നിന്ന് ഏതോ പഴയ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നല്ലേ? ഞാൻ കേട്ടത് അവളൊരു കോൾ ഗേൾ എന്നാ. എന്താണാവോ എന്തോ. കുഞ്ഞു പയ്യൻ ഇത് പറയുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കടാന്നും പറഞ്ഞ് ചേച്ചി അവനെ വാൺ ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോൾ മൂത്ത അനിയൻ വന്നിട്ട്, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അവള് പൂൾ ബാറിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. നാട്ടുകാരങ്ങനെ പലതും പറയും, വായുള്ളവർ തോന്നിയാസൊക്കെ പറയുമല്ലോ, അതൊരു പാവം പെണ്ണാണെന്ന് പറയാണ്. അപ്പോഴായിരിക്കും ജോലി കഴിഞ്ഞ് അച്ഛൻ വരുന്നത്. അച്ഛൻ വന്ന ഉടനെ അങ്ങേര് ജോലിക്ക് കൊണ്ടുപോയ പെട്ടിയെടുത്ത് സേഫിനകത്ത് ഭദ്രമായി പൂട്ടി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ വന്നിരുന്ന് എല്ലാവരോടൊപ്പം ചേർന്ന് ഭക്ഷണം കഴിക്കുന്നു. ആ സമയത്ത് ചെറിയ അനിയൻ അമ്മയെക്കുറിച്ച് എന്തോ പറയുന്നുണ്ട്. അമ്മ നേരത്തെ മരിച്ചതാ, അതുകൊണ്ട് അമ്മയെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കേണ്ടെന്ന് ബാക്കിയുള്ളവർ പറയും. അമ്മ പ്രേതമായിന്നോ എന്തൊക്കെയോ ചെറുക്കൻ പിറുപിറുക്കുന്നു. ചേച്ചി അവനെ ചീത്ത പറയുന്നു. അത് കഴിയുമ്പോൾ ചേച്ചി, ഇന്ന് രാത്രി എന്തായാലും നല്ല കാറ്റും മഴയും ഉണ്ടാവും, നല്ല മഴ പെയ്താൽ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, കാരണം നമ്മൾ സീ ലെവലിൽ നിന്ന് അധികം ഉയരത്തിലല്ല, ഈ അപ്പാർട്ട്മെന്റ് ഒരു ഫെയിലിയർ പ്രൊജക്റ്റാണ്, അതുകൊണ്ടാണ് കാശുള്ളവരാരും ഇങ്ങോട്ട് വരാത്തത്, ഇത് ഇത്ര വില കുറവിന് ഇവർ വിൽക്കാനുള്ള കാരണം അതാ.
ഇന്നെങ്ങാനും നല്ല മഴയുണ്ടായാൽ നമ്മൾ പെട്ടുപോകും. ഞാൻ എന്തായാലും ടൗണിലേക്ക് പോകാൻ തീരുമാനിച്ചു. എനിക്ക് അവിടെ നല്ല ജോലിയും കിട്ടും. എൻ്റെ ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങളെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് നല്ലൊരു വീട് വാങ്ങിക്കാം. ഇത് കേൾക്കുമ്പോൾ അച്ഛൻ പറയും, നീ അവിടെ നല്ല ജോലിയൊക്കെ ചെയ്ത് നല്ല വീട് വെച്ച് താമസിച്ചോ. പക്ഷെ ഞങ്ങൾ 3 പേരും ഇവിടെ വിട്ട് വരുന്നില്ല. ഈ അപ്പാർട്ട്മെന്റിന് ഒരു കുഴപ്പമില്ല. ഇവിടെ ജീവിക്കുന്നത് വളരെ സേഫാണ്. നമ്മളിപ്പോൾ 3 വർഷമായി ഇവിടെ ജീവിക്കുന്നില്ലേ. ഇതുവരെ കുഴപ്പമുണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവില്ല എന്ന് അച്ഛൻ പറയുന്നു. ആ സമയത്ത് TV ന്യൂസിൽ ഇന്ന് രാത്രി കഠിന മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞ് ഹീറോയിൻ വേസ്റ്റ് എല്ലാം കൊണ്ട് തട്ടാൻ വേണ്ടി തൊട്ട് താഴത്തെ ഫ്ലോറിലേക്ക് വരിക. അപ്പോൾ ആ ഫ്ലോറിൽ ഒരുപാട് പേര് വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്ന ഹീറോയിൻ കാണുന്നുണ്ട്. ഒരാൾ ചോര് ചാരി നിൽക്കുന്നു, മറ്റൊരാൾ TV കണ്ട് പ്രേതത്തെ പോലെ ചിരിക്കുന്നു. 2 പേര് ഇവളെ തുറച്ചു നോക്കുന്നു. എന്താണാവോ ആ മനുഷ്യർക്ക് പറ്റിയത്? എന്തായാലും ഇവളതൊന്നും മൈൻഡ് ചെയ്യാതെ കൊണ്ടുപോയി വേസ്റ്റ് തട്ടിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ താമസക്കാരെല്ലാം പുറത്തു വന്ന് ഇവളെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക. അടുത്ത സെക്കൻഡ് അവർ മിണ്ടാതെ അകത്തേക്ക് പോകും. ഇവള് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോവുക. അപ്പോഴേ ഈ മനുഷ്യന്മാര് പ്രേതത്തെ കണ്ടതുപോലെ അവരവരെ വീട്ടിലിരിപ്പുണ്ട്. ഈ സമയത്ത് TV ന്യൂസിൽ നേരത്തെ നമ്മളൊരു കില്ലറെ കുറിച്ച് പറഞ്ഞില്ലേ, ആ കില്ലർ ബോഡിയിൽ ടാറ്റു അടിച്ച ആൾക്കാരെയാണത്രേ ഇപ്പൊ കുറച്ച് നാളായിട്ട് കൊല്ലുന്നു. ഇത് കേട്ട ചേട്ടൻ പറയും, നീ എങ്ങാനും അറിയാതെ ടാറ്റു അടിച്ച് പോകണ്ട, കില്ലർ നിന്നെ കൊന്നു കളയുമെന്ന്. അപ്പോഴായിരിക്കും ചേച്ചി വീട്ടിലേക്ക് കടന്നു വരുന്നത്. ഇന്നെന്തോ എനിക്ക് ചെറിയ പേടിയുള്ളതുപോലെ. ചെറിയ അനിയൻ അനാവശ്യമായ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് എന്നെ പേടിപ്പിച്ചു. അതുകൊണ്ട് എന്തൊക്കെയോ ഞാൻ കാണുന്നു. ഇനിയിപ്പോൾ എനിക്ക് അകത്ത് കിടക്കാൻ വയ്യ, ഞാനിവിടെ സോഫയിൽ തന്നെ കിടക്കാമെന്നും പറഞ്ഞിട്ട് ചേച്ചി സോഫയിൽ കിടക്കാണ്. ആ സമയത്തായിരിക്കും അടുത്ത വീട്ടിലെ കൊച്ചു പയ്യനല്ലേ, അവൻ വേസ്റ്റുമായിട്ട് ഈ വേസ്റ്റ് തട്ടുന്ന ഹോളിന്റെ അടുത്തേക്ക് വരുന്നു. ഡോറ് തുറന്ന് വേസ്റ്റ് ഇടുമ്പോൾ അത് താഴേക്ക് പോകുന്നില്ല, സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. മറ്റ് വേസ്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ കവറുകളെല്ലാം പാതി വഴി സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ചെക്കനൊരു കമ്പെടുത്തത് കുത്തി താഴത്തേക്ക് ഇടാൻ നോക്കുന്നുണ്ട്. അവന്റെ പേര് വിഷ്ണു എന്നാണ്. അപ്പൊ ഈ വേസ്റ്റ് പൊതികൾക്കിടയിലൂടെ ഒരു ശബ്ദം കേൾക്കാം, വിഷ്ണു വിഷ്ണു, ഇവിടെ ഭയങ്കര ചൂടാ, എനിക്ക് മുകളിലേക്ക് വരണം, എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല, എന്നെയും കൊണ്ടോ എന്ന് ഒരടഞ്ഞ ശബ്ദം. പെട്ടെന്ന് അവന്റെ കാലും സ്ലിപ്പാവും. ചെറുക്കൻ ആ കുഴിയിലേക്ക് വീഴാൻ വേണ്ടി പോയിട്ട് പെടഞ്ഞ് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്ന് വീണു. ആ കഥ കടഞ്ഞു. കഥ ആരോ കുത്തി തല്ലി പൊളിക്കുന്ന ശബ്ദം കേൾക്കാം. പെട്ടെന്ന് പയ്യന്റെ പുറകിലായി ഒരു കരിഞ്ഞ രൂപം. അവൻ പേടിച്ചരണ്ട് ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവാ. അടുത്ത സീനിൽ ബിൽഡിംഗ് മുഴുവൻ ശാന്തമായിരിക്കുന്ന അവസ്ഥ. ഏതോ ഒരു അദൃശ്യ ശക്തി ഈ കെട്ടിടത്തിനിടയിലൂടെ ഇങ്ങനെ യാത്ര പോവാ. അവിടെ നിന്ന് കട്ട് ചെയ്താൽ പിറ്റേ ദിവസം കുറച്ചകലെ ദൂരെയായി നമ്മൾ സിനിമയുടെ ആദ്യം കണ്ടില്ല ഒരു റിപ്പോർട്ടർ, പത്രക്കാരൻ, അയാളെ കാണിക്കുന്നു. പുള്ളിക്കാരന് നല്ല വയസ്സായിട്ടുണ്ട്. ഇപ്പോഴും ഏതോ ഒരു പത്രം ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ അന്ന് ഇങ്ങേർക്ക് കിട്ടിയ ആ സാത്താന്റെ അനുഭവം ഇതുവരെ ഇദ്ദേഹം ലോകത്തിന് അറിയിച്ചിട്ടില്ല. തന്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയായിരുന്നു ഇത്രയും കാലമായിട്ട് പുള്ളിക്കാരന്. പക്ഷെ ഇപ്പോ ഈ നടന്ന സംഭവങ്ങൾ ലോകത്തെ അറിയിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് അന്ന് ഡെഡ് ബോഡികൾ തനിയെ എഴുന്നേറ്റ് പോയി പ്രണാമപ്പെട്ട് കിടന്നില്ലേ, ആ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരം എവിഡൻസുകൾ ഇങ്ങേര് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ന് ഈ വിഷയം പറഞ്ഞ കമ്മീഷണർ പിന്നീട് ആത്മഹത്യ ചെയ്യുണ്ടായി. പുള്ളിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ആ സ്ഥലത്തിന്റെ ആദ്യകാലം മുതലുള്ള ഫോട്ടോഗ്രാഫുകൾ പുള്ളിയുടെ കയ്യിലുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചില സാത്താൻ സേവകളുടെ പടങ്ങളും പുള്ളിയുടെ കയ്യിലുണ്ടാവും. പിന്നെ ചില മന്ത്രക്കോലുകളും ഉരുട്ടിവിടാനുള്ള വിത്തുകളും ഈ മന്ത്രവാദവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ കയ്യിലുണ്ട്. അതിനോടൊപ്പം നമ്മുടെ ഹീറോയിന്റെ അച്ഛനല്ലേ, പുള്ളിക്കാരന്റെ ഫോട്ടോയും കാണാം. ഹീറോയിന്റെ അച്ഛനായിരുന്നു ഈ പത്രക്കാരനെ ആദ്യം വിളിച്ചുകൊണ്ടുപോയ ആ കാറിനകത്തുണ്ടായിരുന്ന ഡ്രൈവർ. സോ ഒരു കാലത്ത് ഹീറോയിന്റെ അച്ഛൻ ഒരു പോലീസുകാരനായിരുന്നു. ഇനി ഇപ്പം ആ സ്ഥലത്തിന്റെ അവസ്ഥ എന്താണെന്ന് പത്രക്കാരൻ പരിശോധിച്ചുകൊണ്ടിരിക്കുക. ആ ഗവേഷണ കേന്ദ്രം ഇടിച്ചു കഴിഞ്ഞ് പിന്നീട് ഒരു വീട് പണിതു. ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് വലിയൊരു അപ്പാർട്ട്മെന്റ് പണിതിട്ടുണ്ട്. അതിലൊരുപാട് താമസക്കാരുണ്ട്. സോ ആ താമസക്കാർക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ഈ പത്രക്കാരന് മനസ്സിലായി. അദ്ദേഹം ഉടനെ തന്നെ ഈ അപ്പാർട്ട്മെന്റിലേക്ക് പുറപ്പെടുകയാണ്. പിറ്റേ ദിവസം നമ്മുടെ അപ്പാർട്ട്മെന്റ് കാണിക്കുന്നു. ഹീറോയിൻ ടൗണിലേക്ക് ജോലി മാറിപ്പോകാൻ വേണ്ടി ഇറങ്ങുക. ആ സമയത്ത് അവസാനമായി തന്റെ കുടുംബ ഫോട്ടോ ഒന്ന് നോക്കുന്നുണ്ട്. അതിൽ 2 അനിയന്മാരെ കൂടാതെ മറ്റൊരു കുഞ്ഞനിയൻ കൂടെ ഈ ചേച്ചിക്ക് ഉണ്ടായിരുന്നു. കുറച്ചു നാൾക്ക് മുന്നേ ആ അനിയൻ മിസ്സായി പോയതാ. പിന്നെ അമ്മ നേരത്തെ മരണപ്പെട്ടാണ്. ഹീറോയിൻ ലിഫ്റ്റിലേക്ക് കയറാൻ വരുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുപാട് പേര് ലിഫ്റ്റ് കയറാൻ വേണ്ടി കാത്തിരിപ്പുണ്ടാവും. കുറച്ച് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു ആന്റിയുടെ പേഴ്സിൽ നിന്നും കുറേയധികം ചില്ലറകൾ നിലത്തേക്ക് തെറിച്ചു വീഴുന്നു. കയ്യിൽ പെറുക്കാൻ കഴിയുന്ന ചില്ലറകൾ മാത്രം ആ ആന്റി പെറുക്കിയിട്ട് മാറി നിൽക്കും. ഈ സമയത്ത് ചെറിയ അനിയന്റെ കൂട്ടുകാരനല്ലേ, അവന്റെ വീട്ടിലെ അച്ഛനും അമ്മയും എപ്പോഴും വഴക്കാം. ഇത്തവണയും അവിടെ അടിയുണ്ടാവുമ്പോഴാണ് കൂട്ടുകാർ ചെന്ന് ആ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ താഴത്തെ ഫ്ലോറിൽ നിന്ന് താമസക്കാരെല്ലാം ലിഫ്റ്റിനകത്തേക്ക് കയറി. ഹീറോയിന്റെ അച്ഛനും ധൃതിപെട്ട് ലിഫ്റ്റിൽ കയറാൻ വരുന്നുണ്ട്. അവരെ ഫ്ലോറിൽ നിന്നും ഒരു 3 പേര് കൂടെ ലിഫ്റ്റിൽ കയറാൻ നിൽക്കുന്നു. ലിഫ്റ്റ് അങ്ങനെ മുകളിലേക്ക് ചെന്ന് അച്ഛന്റെ ഫ്ലോർ എത്തുമ്പോൾ അച്ഛനും അവിടുത്തെ താമസക്കാരും ഈ ലിഫ്റ്റിനകത്ത് കയറുന്നുണ്ട്. എന്നാൽ ആ മോഡൽ പെൺകുട്ടിയില്ലേ, അവള് മൂത്ത അനിയനെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും.
അപ്പൊ ഇതേതാടി പുതിയ ചെറുക്കൻ, ഇവനാണോ ഇപ്പൊ നിന്റെ ബോയ് ഫ്രണ്ട് എന്ന് ചോദിച്ചിട്ട് അവിടുത്തെ തന്നെ ഒരു പൂവാലൻ ചെറുക്കൻ കൂടെ പുറകെ ചെല്ലുന്നുണ്ട്. ഇവള് പറയും അവൻ എന്റെ സഹോദരനാണെന്ന്, അതായത് നമ്മുടെ മൂത്ത അനിയൻ അവളുടെ സഹോദരനാണെന്ന്. ഇങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിഫ്റ്റിനകത്ത് ഇപ്പൊ ആകെ മൊത്തം ഒരു 8-9 പേരുണ്ട്. അവരെല്ലാം താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. പെട്ടെന്നായിരിക്കും ലിഫ്റ്റ് ഒന്ന് ജെർക്കായിട്ട് സ്റ്റോപ്പ് ആവുന്നു. യാത്രക്കാരെല്ലാവരും പേടിക്കുന്നുണ്ട്. ഈ സമയത്ത് ഗ്രൗണ്ട് ഫ്ലോറിലെ ലിഫ്റ്റിന്റെ ഡോറ് താനെ തുറക്കും. അപ്പൊ അവിടെ പോകാനിരിക്കുന്ന യാത്രക്കാര് ലിഫ്റ്റ് പതിവ് പോലെ സ്റ്റെക്കായി തോന്നണു. നമുക്കിനി സ്റ്റെയർ ഉപയോഗിച്ച് മുകളിലേക്ക് പോകാം വരുമെന്നും പറഞ്ഞ് അവരെല്ലാം മുകളിലേക്ക് പോവാ. ഇപ്പൊ അവിടെ കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികൾ അവര് ലിഫ്റ്റ് തുറന്നു കിടക്കുന്ന കാണുമ്പോൾ നേരത്തെ ആന്റിയുടെ കയ്യിൽ നിന്ന് വീണ കുറെ അധികം നാണയത്തൊട്ടുകൾ അവിടെ നിലത്ത് കിടക്കുന്ന കാണും, ലിഫ്റ്റിനകത്തെ കളത്തിൽ. സോ ഇവർ അതിലേക്ക് ഇറങ്ങി ആ നാണയത്തൊട്ടുകൾ പെറുക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ മുകളിലെ ലിഫ്റ്റ് സ്റ്റോപ്പ് ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും പുറത്തു കിടക്കാൻ വേണ്ടി അവർ ലിഫ്റ്റിന്റെ വാതിൽ വലിച്ചു തുറക്കാൻ നോക്കും. ഒരു ചെറിയ അളവിന് ലിഫ്റ്റ് തുറന്നു വന്നിട്ടുണ്ട്. അതിലൂടെ എല്ലാവർക്കും പുറത്തു കിടക്കാൻ പറ്റുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞു പയ്യൻ മാത്രം എങ്ങനെയൊക്കെയോ പിടിച്ച് പുറത്തു വന്നു. ബാക്കിയുള്ളവരെല്ലാം പേടിച്ച് നിൽക്കുക. ആർക്കും പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. പെട്ടെന്നായിരിക്കും ലൈറ്റ് എല്ലാം പോയി ഈ ലിഫ്റ്റ് അപ്പാടെ നിലത്തേക്ക് പതിക്കാൻ വരുന്നു. 4 പെൺകുട്ടികൾ താഴെ നാണയത്തൊട്ട് പെറുക്കിക്കൊണ്ടിരിക്കുക. അതിൽ ഒരു പെൺകുട്ടിക്ക് മനസ്സിലാകും ലിഫ്റ്റ് താഴേക്ക് വരുന്നുണ്ടെന്ന്. അവള് ബാക്കിയുള്ളവരെല്ലാം വിളിച്ച് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി, ലിഫ്റ്റ് വരുന്നുണ്ട്, അവിടെ നിൽക്കല്ലേ എന്ന് പറഞ്ഞ് കുട്ടികളെ വിളിച്ച് ഇവള് പുറത്തേക്ക് ചാടി നിൽക്കും. പക്ഷെ ആ പെൺകുട്ടികൾ ഒരു 2 സെക്കൻഡ് വൈകുന്നത് കൊണ്ട് ലിഫ്റ്റ് അവരുടെ പുറത്തേക്ക് പതിച്ച് ആ ലിഫ്റ്റിനകത്തുണ്ടായിരുന്നവരും അവിടെ കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികളും എല്ലാവരും ആ സ്പോട്ടിൽ വെച്ച് തന്നെ മരണപ്പെടുന്നു. അതിൽ ഹീറോയിന്റെ അച്ഛന് മാത്രമാണ് കാലൊടിവ് പറ്റി ജീവൻ തിരിച്ചു കിട്ടുന്നത്. ബാക്കി എല്ലാവരും മരണപ്പെട്ടു. ആ അപ്പാർട്ട്മെന്റിലെ ഒരുപാട് വീടുകളിൽ അതേ ദിവസം പലരും മരണപ്പെട്ടിട്ടുണ്ട്. അവർക്കെല്ലാം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്ന് രാത്രി അവിടുത്തെ താമസക്കാർ. എല്ലാവരും വിഷമത്തിലായിരിക്കും. ഹീറോയിന്റെ അച്ഛനോട് കുട്ടികൾ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, എനിക്കൊന്നും ഓർമ്മയില്ല, കാലനക്കാൻ പറ്റുന്നില്ല, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്ന്. അപ്പൊ ഈ ലിഫ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട വിഷ്ണു എന്ന് പറയുന്ന അയൽക്കാരൻ പയ്യൻ, അവന്റെ അമ്മയും മരണപ്പെട്ടതാണ്. അവനെ സഹായിക്കാൻ ആരുമില്ല. ഇന്ന് രാത്രി ആ ചെറുക്കൻ പേടിക്കും. ഞാൻ ചെന്ന് അവന്റെ കൂടെ നിൽക്കാം. എന്തായാലും ഇന്ന് നേരം ഒരുപാട് വൈകിയതുകൊണ്ട് നാളെ ആയിരിക്കും സംസ്കാരം ഉണ്ടാവുക. ഡെഡ് ബോഡികളെല്ലാം അവരവരുടെ വീട്ടിൽ തന്നെ ആയിരിക്കും ഇന്ന് സൂക്ഷിച്ചിട്ടുണ്ടാവുക. ഞാൻ ചെന്ന് അവന്റെ കൂടെ നിൽക്കട്ടെ എന്നും പറഞ്ഞ് ചേച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഈ സമയത്ത് നമ്മുടെ പത്രക്കാരൻ എങ്ങനെയെങ്കിലും ആ അപ്പാർട്ട്മെന്റിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കനത്ത മഴയായതുകൊണ്ട് ആ അപ്പാർട്ട്മെന്റുള്ള ഭാഗത്തേക്ക് ആരും പോകുന്നില്ല. ഒരു ടാക്സിക്കാരൻ പറയും അവിടെ വലിയ വെള്ളപ്പൊക്കമുണ്ട്, വണ്ടികളൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. അപ്പൊ ഈ പത്രക്കാരൻ അപ്പൂപ്പൻ, ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചേക്കാം, ഇത് വലിയ ജീവന്റെ പ്രശ്നമാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ അങ്ങോട്ട് കൊണ്ടുപോകൂ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ടാക്സിക്കാരൻ, ഇതെന്റെ ജീവന്റെ പ്രശ്നമാണ്, ഞാൻ മരിച്ചു പോയാൽ എന്റെ കുടുംബത്തിന് ആരുമില്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കെന്നും പറഞ്ഞ് ടാക്സിക്കാരൻ അവിടുന്ന് വിട്ടുപോവാ. അപ്പൊ ഈ പത്രക്കാരന്റെ സംസാരം കേട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ പത്രക്കാരനോട് പറയും, സാർ, നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? അവിടെ ഒരുപാട് പേര് മരണപ്പെടുമെന്ന് നിങ്ങൾ പറഞ്ഞ് ശരിയാണോ? എങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ വൈകിക്കഴിഞ്ഞു. ആ അപ്പാർട്ട്മെന്റിൽ വലിയൊരു അപകടം ഉണ്ടായി, ഒരുപാട് പേര് നേരത്തെ മരിച്ചു. ഇപ്പൊ അവിടെ ഫ്ലഡ് നടക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? അത് കേട്ട പത്രക്കാരൻ പറയും, ഞാനിപ്പോൾ അവിടെ എത്തിയില്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് സാധാരണ മരണങ്ങളായിരിക്കില്ല, അതിനേക്കാളും കൊടിയ ക്രൂരമായ മരണങ്ങളായിരിക്കും. ഇങ്ങനെ അങ്ങേര് പറഞ്ഞിട്ട് തന്റെ സഞ്ചിയിലുള്ള ചില വിത്തുമണികൾ പെറുക്കി നോക്കുന്നുണ്ട്. ഒരു തോക്കുമുണ്ട്, മറ്റൊരു ആയുധമുണ്ട് പുള്ളിക്കാരന്റെ കയ്യിൽ. അവിടെ നിന്ന് കട്ട് ചെയ്താൽ വീണ്ടും അപ്പാർട്ട്മെന്റ് ആണ് കാണിക്കുന്ന. ഈ മരണച്ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന അയൽക്കാർ ഒരുപാട് പേര് അപ്പാർട്ട്മെന്റ് വിട്ടു പോകുന്നുണ്ട്. അതേപോലെ മഴ പെയ്ത് വെള്ളപ്പൊക്കമായാൽ പിന്നെ ഇങ്ങോട്ടും പോകാൻ കഴിയില്ല എന്നറിഞ്ഞ കുറച്ചധികം താമസക്കാരും ആ അപ്പാർട്ട്മെന്റ് വിട്ടു പോകുന്നുണ്ട്. അവരെ പറഞ്ഞയക്കാൻ വേണ്ടി ഈ അപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ഒരു ഉസ്താദ് അവരെ കൂടെ ചെല്ലും. ഈ ഉസ്താദാണ് അപ്പാർട്ട്മെന്റിലെ ദൈവിക കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അത് കഴിയുമ്പോൾ നമ്മുടെ മൂത്ത അനുജൻ അവൻ ആ റേഡിയോ പെട്ടിയൊക്കെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ആ അയൽക്കാരി സുന്ദരി പെണ്ണിന് കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് ഇന്ന് ജോലിക്ക് പോകാൻ കഴിയില്ലല്ലോ, നല്ല മഴയല്ലേ, ഞാൻ നിങ്ങളെ സഹായിക്കണോ എന്നവൻ ചോദിക്കുന്നുണ്ട്. അതിനവൾ ഒന്നും മിണ്ടില്ല. വാതിലടച്ച് നീ വീട്ടിൽ പോയിക്കോന്നും പറഞ്ഞ് തിരികെ വന്നിരുന്ന് പുസ്തകത്തിൽ എന്തൊക്കെയോ വെട്ടിക്കളിച്ചിട്ട് ഈ റേഡിയോയിലെ പാട്ട് ഓണാക്കുക. ചിത്രഗീതം പരിപാടിയാണ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. അതിൽ ആൾക്കാരെ വിളിച്ച് അവർക്ക് വേണ്ട പാട്ട് ചോദിക്കാം. ഇവളിങ്ങനെ സാധാരണഗതിയിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു പയ്യൻ റേഡിയോ സ്റ്റേഷനിലേക്ക്, ഞാൻ എന്റെ കല്ലറയിൽ നിന്നുമാണ് വിളിക്കുന്നത്, ഇവിടെ ഒരുപാട് വേദന എടുക്കുന്നു, ഭയങ്കര ഇരുട്ട, എനിക്ക് പേടിയാവുന്നു, എന്നെ ആരോ പിടിച്ച് തിന്നുന്നുണ്ടെന്നും പറഞ്ഞ് കരയുന്ന ശബ്ദം, കൂടെ തന്നെ പ്രേതങ്ങളുടെ ശബ്ദവും. ഇത് കേട്ട പെണ്ണ് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ തന്നെ ഡെഡ് ബോഡി തട്ടിലിങ്ങനെ മറിഞ്ഞടക്കുന്ന കാണാം. അവൾ ഒച്ച വെച്ച് കാറി ഓടിച്ചെന്ന് ഡോറ് തുറക്കുമ്പോൾ നമ്മുടെ അനിയൻകുട്ടനുണ്ടാവും അവിടെ. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്നുമില്ല, ഞാൻ എന്തോ കൊണ്ട് പേടിച്ചതാ, ഇവിടെ ഉണ്ടായിരുന്ന താമസക്കാരൊക്കെ എവിടെ പോയി, ഭയങ്കര സൈലന്റ് ആണല്ലോ എന്ന് ചോദിക്കും. അനിയൻ ചെറുക്കൻ പറയും, മഴയായതുകൊണ്ട് എല്ലാവരും വീട് മാറിപ്പോയെന്ന്. അപ്പൊ ഇവൾ ആ റേഡിയോ പെട്ടി തിരിച്ച് ഇവന്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞേക്ക്, എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കണം എന്നും പറഞ്ഞ് ഡോർ അടയ്ക്കുകയാണ്. ചെറുക്കൻ മിണ്ടാതെ ആ റേഡിയോ പെട്ടി കൊണ്ടുവന്ന് വേസ്റ്റ് തട്ടുന്ന ഭാഗത്ത് ഇട്ടിട്ട് പോകും. ഈ സമയത്ത് ഹീറോയിൻ ആ വിഷ്ണുപ്പയ്യന്റെ വീട്ടിലായിരിക്കും അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട്.
അവന്റെ അച്ഛൻ എവിടെയാണെന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. അച്ഛൻ എങ്ങനെയാണ് മരിച്ചതെന്ന്. ഇവരെ പഴയ വീട് തീ പിടിച്ചപ്പോൾ അമ്മയും മോനും രക്ഷപ്പെട്ടു. അച്ഛൻ മാത്രം ഒരു മുറിക്കകത്ത് ലോക്കായിപ്പോയി. അച്ഛൻ വലിയ ഉപദ്രവകാരിയായിരുന്നു. അങ്ങേരുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് നാളായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അമ്മയും മകനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു ആംഗ്യഭാഷ പുസ്തകം സംഘടിപ്പിച്ച് അതിൽ നിന്നാണ് പഠിച്ച് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അമ്മയും മരണപ്പെട്ടപ്പോൾ വിഷ്ണുവിന് കൂടെ ആരുമില്ലാതായി. നിന്റെ അങ്കിളിന് എന്തായാലും ഞാൻ വിളിച്ചിട്ടുണ്ട്, അങ്കിള് കാലത്ത് വരുമെന്ന് ഹീറോയിൻ പറയും. എന്നാൽ വിഷ്ണുവിന് അങ്കിളുടെ കൂടെ പോകാൻ താല്പര്യമില്ല. അങ്കിളിന് ഓൾറെഡി കുറെ പിള്ളേരുണ്ട്. ചേച്ചി ഒരു കാര്യം ചെയ്, എനിക്ക് വേണ്ടി ഒരു ഓർഫനേജ് കണ്ടുപിടിക്കുമെന്നാണ് വിഷ്ണു പറയുന്നത്. അത് കഴിഞ്ഞ് ചേച്ചിയുടെ ഒരു കൊച്ചു അനിയനുണ്ടായിരുന്നല്ലോ, അവനിപ്പോ എവിടെയാണെന്ന് ചോദിക്കും. ഹീറോയിൻ പറയും അവൻ മിസ്സിംഗ് ആണെന്ന്. ഈ നേരത്ത് ചെറിയ അനിയന്റെ കൂട്ടുകാരൻ, കുടുംബത്തെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആ കൂട്ടുകാരന്റെ അച്ഛനും ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അവര് ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് ചെറിയ അനുജനായിരിക്കും എല്ലാവർക്കും ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഈ സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകുന്നുണ്ട്. അപ്പൊ ആരോ നിങ്ങൾ അവൻ അടിമപ്പെട്ടെങ്കിൽ വീണ്ടും പുനർജനിക്കും എന്ന് പറയുന്നുണ്ട്. അതാരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഇരുട്ടത്തിൽ ലൈറ്റർ കത്തിച്ചിട്ട് അനിയൻ ചോദിക്കും അമ്മയാണ് സംസാരിച്ചതെന്ന്. അപ്പൊ അനിയത്തി പറയാണ് അമ്മയല്ല സംസാരിച്ചത്, ശബ്ദം വീടിന് പുറത്തു നിന്നാണ് വന്നതെന്ന്. മുഴുവൻ ഇരുട്ട. അപ്പൊ ഈ കൂട്ടുകാരൻ ചെറുക്കൻ ലൈറ്ററുമായി പുറത്തു പോയി നോക്കും. എന്നിട്ട് ഇവരോട് പറയും അവിടെ ആരുമില്ലെന്ന്. എല്ലാവരും പേടിച്ചിരിക്കുമ്പോ നമ്മുടെ ചേച്ചി വിഷ്ണുയുടെ വീട്ടിലാണല്ലോ, അവിടെയും കറണ്ട് പോയി. ചേച്ചി ആ പയ്യനോട് പറയും നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ചെന്ന് വിളക്കെടുത്തോണ്ട് വരാന്ന്. അവളങ്ങനെ തന്റെ വീട്ടിലേക്ക് വന്ന് വിളക്ക് കത്തിച്ച് തിരിച്ചു പോകാൻ നേരം ഈ അച്ഛൻ എപ്പോഴും ഒരു പെട്ടി ഒളിപ്പിച്ചു വെക്കുന്നുണ്ടല്ലോ, അതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇവളുമെല്ലാം ആ പെട്ടി തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഉറക്കത്തിലിരുന്ന അച്ഛൻ എഴുന്നേറ്റ് വരും. ഉടനെ ഒന്നും സംഭവിക്കാത്ത പോലെ ഞാൻ വിളക്കെടുക്കാൻ വന്നാണെന്നും പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോവുക. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ഉസ്താദില്ലേ, ഉസ്താദ് മൂത്ത അനിയനെ കണ്ടിട്ട് മൂത്ത അനിയൻ ഇങ്ങനെ വായും പൊളിച്ച് തേരാപ്പാര നടക്കുക. ആ പെണ്ണെങ്ങാനും സഹായത്തിന് വിളിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോഴായിരിക്കും ഉസ്താദ് വന്ന് മൂത്ത അനിയച്ചാരെ ഡെഡ് ബോഡികളെല്ലാം കാണാൻ വേണ്ടി പോണം, എന്റെ കൂടെ വാന്ന് പറഞ്ഞ് വിളിക്കുക. ചില വീടുകളിൽ ആൾക്കാരില്ല, മരിച്ച ആൾക്കാരുടെ വീടുകളിൽ ആ ഡെഡ് ബോഡികൾ മാത്രമേ ഉള്ളൂ. അതെല്ലാം നല്ല കണ്ടീഷനിലാണോ, വീട്ടിൽ എന്തെങ്കിലും ലീക്കേജുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് മൂത്തനിയനെ കൂടെ വിളിച്ചുകൊണ്ട് പോവാം. അവരാദ്യം മുറിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഭാര്യ ഭർത്താക്കന്മാര് രണ്ടുപേരും അപകടത്തിൽ മരണപ്പെട്ടതാണ്. അവരുടെ ബോഡി കിടക്കുന്നുണ്ട്. ആ വീടിന്റെ ജനൽ അടച്ചിട്ടില്ല, നല്ല ശക്തമായ കാറ്റുണ്ട്. നീ ചെന്ന് ജനലടക്കി എന്ന് പറയുമ്പോൾ അനിയൻ ചെറുക്കൻ മെല്ലെ ചെന്ന് ജനലടയ്ക്കും. എന്നിട്ട് തിരിഞ്ഞ് വാതിൽക്കൽ നോക്കുമ്പോണ്ട് ഉസ്താദിനെ അവിടെ കാണുന്നില്ല.